ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇന്നലെ എറണാകുളത്ത് ആലുവക്കടുത്തുള്ള മുട്ടത്ത് വെച്ച് സംഭവിച്ചാണ്. ഒരു വാഹനത്തിന് ഒരതിപ്പോയി എന്ന് പറഞ്ഞാണ് ഈ ചരക്ക് വാഹനത്തെ ബ്ലോക്ക് ചെയ്ത് ക്രൂരമായിട്ട് അതിലുള്ള ഡ്രൈവറെയും ഡ്രൈവറൊപ്പമുള്ള സഹായിയെയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. ആ ട്രക്കിൻ്റെ ഗ്ലാസ്സും അടിച്ച് തകർത്തിക്കണം. അപ്പോൾ ഇത് ചെയ്ത നാറികളെ അങ്ങനെ തന്നെ വിളിക്കും ഞങ്ങൾ. നിങ്ങൾക്കാരാ അതിനുള്ള അധികാരം തന്ന് ഈ ട്രക്ക് അടിച്ച് പൊളിക്കാനും ഈ ട്രക്കിലെ ഡ്രൈവറെ മർദ്ദിക്കാതെ നിങ്ങൾക്കാരാ അധികാരം തന്നത്? നാറികളെ. ഒരു വാഹനമാകുമ്പോൾ ഒഴുതിപ്പോകും, തട്ടു, ആള് വരെ മരിച്ചു പോകും. ഇതാള് മരിച്ചിട്ടൊന്നുമില്ലല്ലോ, ചെറുങ്ങനെ ഒഴുതി പോയിട്ടേ ഉണ്ടാവുള്ളൂ. അതിനിങ്ങനെ ഈ ഡ്രൈവറെയും ഈ വാഹനവും അടിച്ചു തകർക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്ന്? ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ അല്ലേ? ഒന്നെങ്കിൽ ഈ വാഹനത്തിനെ ബ്ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിച്ചേൽപ്പിക്കുക, കാര്യങ്ങൾ പറയുക. ഇൻഷുറൻസ് കിട്ടേണ്ടതാണെങ്കിൽ ഇൻഷുറൻസ് വാങ്ങുക, കേസ് ചാർജ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്നറിയോ? ഇതിനിപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് കേരളത്തിലെ ട്രക്ക് ഡ്രൈവർമാരാണ്. കാരണം ഈ ഒരു മർദ്ദനുണ്ടല്ലോ, മഹാരാഷ്ട്ര വണ്ടിക്കാരനാണ് ഈ ഒരു മർദ്ദനം കിട്ടിയത്. ഇതിപ്പോൾ മഹാരാഷ്ട്ര മൊത്തം വൈറലായിരിക്കും. ഈ ഒരു കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇനി കേരളത്തിൽ നിന്ന് ട്രക്കുമായിട്ട് മഹാരാഷ്ട്ര അവിടെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഓല് ഇതേമാതിരി അയക്കൂല പെരുമാറുക. ഇതിൻ്റെ ഡബിൾക്ക് ഡബിള് മഹാരാഷ്ട്രക്കാർ തരൂ. അത് നമുക്ക് നല്ലോണം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള തെണ്ടിത്തരം കാണിക്കുന്ന നാരികളോട് ഒരു കാര്യം പറയാനുണ്ട്. മഹാരാഷ്ട്രക്കാരെ നിങ്ങൾക്ക് ആർക്കും തികച്ചറിയായിട്ടാ. മഹാരാഷ്ട്രക്കാരെ പൊക്കി പറയല്ലോ കേട്ടോ. ഈ കേരളത്തിലെ ആൾക്കാർക്ക് ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള നാരികളോടാണ് പറയുന്നത്. കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് ഒരു തല്ലുണ്ടായി കഴിഞ്ഞാൽ അത് പിടിച്ചു മാറ്റാൻ അതിൻ്റെ ഒപ്പമുള്ളവരോ അല്ല നാട്ടുകാരൊക്കെ ഉണ്ടാവും. പക്ഷെ മഹാരാഷ്ട്ര പോയി കഴിഞ്ഞ് ഒരു അടി പിടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കണ്ണുചോര ഉണ്ടാവില്ല. അവിടെ വരുന്നവര് തല്ലു. അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഇവിടുത്തെ ട്രക്ക് ഡ്രൈവർമാരാണ്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ട്രക്ക് കണ്ടിട്ട് ഒരു നല്ല പിടിപാടുള്ള കമ്പനീൻ്റെ ട്രക്ക് മാതിരിയാണ് തോന്നുന്നത്. ഇപ്പം തച്ചോർക്കും അതിന് നേതൃത്വം നൽകിയവർക്കൊക്കെ മഹാരാഷ്ട്രയിലെ ഈ കമ്പനി കേരളത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് തരുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല.